അപ്പോൾ അമേരിക്കയുടെ എന്താണ് രഹസ്യകരങ്ങൾ വളരെ സ്ട്രോങ് ആണ്, ഡേഞ്ചറസുമാണ്. CIA റീച്ച് എല്ലായിടത്തേക്കും എത്തും. CIA റീച്ച് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്, നമുക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. നമ്മളെല്ലാം മക്കളെ അമേരിക്കയെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ, മക്കൾക്ക് അല്ല പറ്റെങ്കിലും അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ. ഈ പാകിസ്ഥാനിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ ഗൾഫിൽ പോകുന്ന പോലെ അല്ലല്ലോ അമേരിക്കയിൽ പോകുന്നത്. അതൊരു പോസിറ്റീവ് കാര്യമല്ലേ. അതൊക്കെ ഉപയോഗം അവർ നമ്മളെ നന്നായിട്ട് നമ്മളെ ഇടയുന്ന ആളുകൾ അവർ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ നാട്ടിലെ കർഷകരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ ഇത്തരത്തിൽ അവരുടെ, അതായത് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാതിരിക്കുന്നത്. അപ്പൊ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിന് വഴങ്ങിയെങ്കിൽ, അത്തരത്തിലൊരു സമ്മർദ്ദത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഴങ്ങിയിരുന്നുവെങ്കിൽ നമ്മുടെ കർഷകർ ഇപ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് അവർ പോകുന്നത്. മോഡിയുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ അമിത്ഷാനെ വന്നിട്ടുണ്ട്. അപ്പൊ മോഡി വന്നതുകൊണ്ടൊന്നും ഇന്ത്യയിൽ വലിയ മാറ്റം പെട്ടെന്ന് കൊണ്ടുപോയിട്ട് പറ്റില്ല. ഇന്ത്യ പോലെ രാജ്യത്ത് അടിസ്ഥാന തലത്തിൽ മാറ്റങ്ങൾ വരുത്താൻ 25 വർഷമെങ്കിലും വേണം. അതിനുള്ള തുടക്കം അതിപ്പം ബീഹാറിലും രാജസ്ഥാനും പല സ്ഥലം സ്കൂളുകൾ പോലും ഇല്ല. അവിടെയൊക്കെ സ്കൂളുകൾ സ്ഥാപിക്കണം, ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം, അവർക്ക് തൊഴിലവസരങ്ങളാണ്. പുതിയ പാഠപദ്ധതിയൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. എല്ലാം നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ ചെയ്യാൻ പറ്റില്ല. പണ്ടത്തെ പോലെ ഡിഗ്രി കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓരോരുത്തർ അതേ മേഖലയിൽ എക്സ്പെർട്ടുകളായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങണം, അല്ലെങ്കിൽ കമ്പനികൾ തുടങ്ങണം. ആ രീതിയിൽ കാര്യങ്ങൾ വരുന്നേ ഉള്ളവർ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് സപ്പോർട്ടാഷ് ചെയ്യാന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. എനിക്ക് തോന്നുന്നു ഈ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ട് ഒക്കെ അതിന്റെ ഭാഗമാണ്. ഇതിന്റെ പ്രോബ്ലം ഇവരിത് മുമ്പ് ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ 80-കൾ വളരെ പ്രോഗ്രസീവായ രാജ്യമാണ്. അതിന്റെ സ്ഥിതി എന്താണ്? വളരെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. അതുപോലെ ഗദ്ദാഫിയുടെ ലിബിയ എന്താ സ്ഥിതി, സിറിയ എന്താ സ്ഥിതി, ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിലാണ്. ഇതവർ ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അതിന് ഹിന്ദു മതം എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത സാധനം. അതിന് അത്ര എളുപ്പം പിടിക്കാൻ പറ്റില്ല. പലരും മുഗളന്മാർക്ക് പറ്റിയിട്ടില്ല, ഡൽഹി സുൽത്താനേറ്റിന് പറ്റിയിട്ടില്ല, ബ്രിട്ടീഷുകാർക്ക് പറ്റിയില്ല, റഷ്യക്ക് പറ്റിയില്ല, അമേരിക്കക്കും സോഫ പറ്റിയില്ല. അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, ഘടന എങ്ങനെയാണ്. പക്ഷെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അവതാർ കൈൻഡ് ഓഫ് വാറാണ്. അവതാർ സിനിമയിൽ കണ്ടിട്ടില്ലേ, പണ്ടാരല്ല ജനങ്ങൾക്കെതിരെ മനുഷ്യന്മാർ പോയിട്ട് യുദ്ധം ചെയ്യാണ്. അതുപോലെ ഇത് ഇന്ത്യക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വാറാണ്. സാമദാന ഭേദ ദണ്ഡം, ഇത് ദണ്ഡമാണ്. അത് ഇൻഡയറക്റ്റ്ലി തന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യ എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യുന്നതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മോഡിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ ആളുകളെ പർച്ചേസിംഗ് പവർ കൂട്ടിയിട്ട് ഇന്ത്യയെ തന്നെ ഇന്ത്യയുടെ വിപണിയാക്കി മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് പറ്റില്ല. അപ്പൊ അത് അങ്ങനെ ആ ഘട്ടത്തിൽ അതിന്റെ ഒരു 20-30% ആ രീതിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് മുളയിലേ നുള്ള എന്നുള്ളതാണ് അവരുടെ അജണ്ട. അപ്പൊ ഇന്ത്യയുടെ വളർച്ച തന്നെയാണ് അവരെ അസ്വസ്ഥരാക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോഡിയോ രാഹുൽ ഗാന്ധി എന്നുള്ളതല്ല, ഇന്ത്യയാണ് പ്രധാനം. അതെ, രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും അവനവനാണ് പ്രശ്നം. അതെ, അതാണ് പ്രശ്നം.